അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കാസർഗോഡാണ്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി തൽക്കാലം ഒരു റൂം എടുത്തായിരുന്നു. കാസർഗോഡ് ടൗണിൽ തന്നെ ഒരു നോർമൽ റൂമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മോർണിംഗ് എണീറ്റു. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ ടൗണൊക്കെ ഒന്ന് കറങ്ങി. അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഉച്ചയായപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മൂവിക്കൊക്കെ കയറി. മൂവി കണ്ടൊന്ന് റിലാക്സ് ആയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഈവനിങ് ആയപ്പോൾ കാസർഗോഡത്തെ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോയത്. അവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് ആണ്. ലാർജസ്റ്റ് ഫോർട്ട് ഇൻ കേരള എന്തോ ആണ്. ഒരു ശിവപ്പ നായക എന്ന് പറഞ്ഞ ഒരാൾ കംപ്ലീറ്റ് ചെയ്തൊരു ഫോർട്ടാണ്. 1650 എങ്ങാണ്ടോ ആണ്. ഇത് സീ ബേസ് ചെയ്തിട്ടുള്ള അറ്റാക്ക് എന്നൊക്കെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ഫോർട്ടാണ്. ഇതിന്റെ പക്ക ഹിസ്റ്ററി ഒന്നും അറിയില്ല, ഇത്രയൊക്കെ അറിയുള്ളൂ. ഇവിടെ നല്ല സൺസെറ്റ് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ എത്തിയതിന് ശേഷം മുതൽ ആള് ഫുൾ കളിയാണ്. അവനക്ക് എന്തൊരു പാർക്കിൽ വന്ന ഫീൽ ആയിരുന്നു. ഒരു വിശാലമായിട്ട് കിടക്കുന്നൊരു സ്ഥലമല്ലേ, അപ്പോൾ അത്യാവശ്യം ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരുന്നല്ലോ. അപ്പോൾ ആള് ഫുള്ള് കളിയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ എത്ര വിളിച്ചിട്ടും ആള് വന്നില്ല. അവസാനം വലിച്ചു കൊണ്ടുവരേണ്ടി വന്നു. ആൾക്ക് പുറത്തേക്ക് വരാനേ ഇതില്ലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് നല്ല ഹിൽസിൻ്റെ ഒക്കെ നല്ല വ്യൂസ് ഒക്കെ നല്ല നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാൽ നല്ല വ്യൂസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നൈറ്റ് കഴിക്കണേ. നൈറ്റാണ് ഞങ്ങളുടെ 8 മണി 8:30 അങ്ങനെ എന്തോ ആയപ്പോഴാണ് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞി ട്രാവൽ വ്ളോഗ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. ബൈ.